ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് റേഷണൽ ഇൻഡിക്കസ് എന്ന് പറയുന്നു. അതെന്ന് വെച്ചാൽ അതിന് മുന്നേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ലോ സ്റ്റേറ്റ്സായി ഈ ലോസ് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻ്റർസെപ്റ്റ് ഓഫ് എനി പ്ലെയിൻ ഓഫ് ദ ക്രിസ്റ്റൽസ് അലോങ് ദ ക്രിസ്റ്റോഗ്രഫിക്കൽ ആക്സിസ് ആർ ഐദർ ഈക്വൽ ടു ദ യൂണിറ്റ് ഇൻ്റർസെപ്റ്റ് ഓർ സം സിമ്പിൾ റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും പ്ലെയിൻസിൻ്റെ ഇൻ്റർസെപ്റ്റ് ഓഫ് ദ ക്രിസ്റ്റൽസ് അലോങ് ദ ക്രിസ്റ്റോഗ്രഫിക്കൽ ആക്സിസിലുള്ള ഇത് ഈക്വൽ ടു ദ യൂണിറ്റ് ഇൻ്റർസെപ്റ്റ് ഓർ സം റാഷണൽ നമ്പേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് ദം റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് PA/QB=RRC എന്നൊരു ഇതാണ്. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഇൻ്റർസെപ്റ്റ് ആണ്. QPR എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് കോൾഡ് റിവേഴ്സ് ഇൻഡിക്കേഴ്സ് എന്ന് പറയുന്നു. അതിനെ പറയുന്നതാണ് കൺവേർട്ടഡ് ഇൻ ടു മില്ലിയർ ഇൻഡിക്കേഴ്സ് ആയിട്ട് റെസിപ്രോക്കൽ ഓഫ് ദ വേഴ്സ് ഇൻഡിക്കേഴ്സ് ആർ ടേക്കൺസ് ഫ്രാക്ഷൻസ് ആർ ക്ലിയർഡ്. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഇരുന്നൊരു മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻസ് ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ ഉണ്ടല്ലോ 2:3:1 അങ്ങനെ കുറേ റേഷ്യോ ഉണ്ടല്ലോ, അത് നമ്മുടെ വേഴ്സ് ഇൻഡിക്കേഴ്സിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ നമുക്ക് 2 തന്നിട്ടുണ്ടാവും. വേഴ്സ് ഇൻഡിക്കേഴ്സിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു ആൻസറാണ് നമ്മുടെ ആൻസറായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ABC യൂണിറ്റ് ഇൻ്റർസെപ്റ്റ് എന്നും മറ്റേത് വേഴ്സ് ഇൻഡിക്കേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഇൻഡിക്കേഴ്സിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മളൊരു ഫോർമുല ചെയ്യുക. അതേപോലെ ഫ്രാക്ഷൻ ക്യാൻ ബി ടേക്കൺ നെഗറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കാക്കില്ല. പിന്നെ അടുത്തത് സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എറേ ഓഫ് ലൈറ്റ് ഓഫ് പോയിന്റ് ഷോയിങ് ഹൗ ആറ്റംസ് ഓർ മോളിക്യൂൾസ് അറേഞ്ച് ഇൻ എ 3D സ്പേസ് ഇൻ എ ക്രിസ്റ്റൽ. സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആറ്റംസും മോളിക്യൂൾസും 3D സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെ പറയുന്നത് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഫണ്ടമെൻ്റൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ദ സ്പേസ് ലാറ്റിസ് ഫ്രം വിച്ച് ദ എൻറ്റയർ ക്രിസ്റ്റൽസ് ഈസ് ബിൽഡ് അപ്പ് ബൈ എ ട്രാൻസ്ലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റ് യൂണിറ്റ് സ്പേസ് ലാറ്റിസ് വഴി അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് പറ്റിയിട്ട് പറയുന്നതാണ് ഇത് പറയുന്നത്. പിന്നെ നമുക്കത് മെയിനായി നോക്കാനുള്ളത് ക്യൂബിക്. നമുക്കറിയാം 7 ഉണ്ട്: ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോസൈക്ലിക്, ഹെക്സഗണൽ, ട്രൈഗണൽ, ട്രൈക്ലിനിക് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ 7 ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് സെൽ ക്യാരക്ടേഴ്സും എസെൻഷ്യൽ സിമെട്രിയും എക്സാമ്പിൾസ് ഒക്കെ നോക്കണം. A=B=C, ആൽഫ ബീറ്റ ഗാമ 19 4 ആക്സിസ് ആണ് ക്യൂബിക്കിൽ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് NaCl, KCl, Saf2, അതൊക്കെ ഡയമണ്ട്, ആൽബൻസ് എക്സെട്ര. ടെട്രാഹൈഡ്രൽ എടുക്കുകയാണെങ്കിൽ A=B=C is not equal, A=beta ഗാമ 19 4 ആക്സിസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തോഗോണിക് A=B=C=A, ആൽഫ ബീറ്റ ഗാമ 90. മോണോസൈക്ലിക് A=B=C=C=A, and alpha gamma 9, but B is not equal to beta is not equal. AB is B is not equal to C. അങ്ങനെ എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ 2-3 എക്സാമ്പിൾസും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണ അനുസരിച്ച് പഠിച്ചു വയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ഇത് വെച്ചിട്ട് പഠിച്ചു വയ്ക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിയിലാണ് കഷ്ടകാലം വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്. സോ ഇത് നിങ്ങൾ നന്നായി പഠിച്ചോളൂ. ജസ്റ്റ് ടൈം കിട്ടുമ്പോഴൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇത് നമ്മൾ ഒരു വട്ടം +2 പഠിച്ചതല്ലേ, ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും, അത് ഉറപ്പാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പോൾ ഉണ്ടാവില്ല, ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.